കേരളത്തിൽ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന് പറയുമ്പോൾ ഒരു മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അത് മറ്റാരുമല്ല, പി ടി തോമസ്. അപ്പം നിലപാടുകളിൽ കർക്കശമുള്ള അടിയുറച്ച ഒരു കോൺഗ്രസുകാരനാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ്. 3 വർഷമാവുകയാണ്. തന്റെ ശരികൾക്കൊപ്പം, തന്റെ ബോധ്യത്തിനൊപ്പം ശക്തമായി നിലകൊണ്ട രാഷ്ട്രീയക്കാരൻ. പരിസ്ഥിതി സംരക്ഷണം ഇത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ കേരളത്തിൽ വിരളം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ പി ടി ഒരു കാലത്ത് കോൺഗ്രസിൽ തീവ്ര എ ഗ്രൂപ്പുകാരനായിരുന്നു. പിന്നീട് മിതവാദിയായി പരുവപ്പെട്ട പി ടി കോൺഗ്രസിന്റെ ഹരിതമുഖമായി. 1991, 2001 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൊടുപുഴയിൽ നിന്നും 2016-ലും 2021-ലും തൃക്കാക്കരയിൽ നിന്നും ജയിച്ചു. 2000-ൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് എം പി ആയി. പശ്ചിമഘട്ട സംരക്ഷണം മുൻനിർത്തി ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് വാദിച്ചപ്പോൾ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു. എങ്കിലും പി ടി തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. കടമ്പ്രയാർ മലിനീകരണത്തിനെതിരെ പോരാടാൻ മുന്നണിയിൽ പി ടി ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്തെടുത്ത് അതുന്നയിക്കാൻ ഒരു മടിയുമില്ലാതിരുന്ന പി ടി തോമസ് കെ കരുണാകരനെ വരെ മുൾമുനയിൽ നിർത്തി. സംഘടനാ പാടവത്തിലും നിയമസഭയിലെ പ്രകടനത്തിലും ആരുടെയും പിറകിലായിരുന്നില്ല പി ടി തോമസ്. പലപ്പോഴും സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷാക്രമണത്തിന്റെ കുന്തമുനയായി പി ടി മാറി. നിശ്ചയദാർഢ്യത്തിന്റെയും ആദർശ രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായിരുന്ന പി ടി തോമസ് അർബുദത്തിന് ചികിത്സയിലിരിക്കെയാണ് വിടവാങ്ങിയത്. റിസർച്ച് ഡെസ്ക് 24.